ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെല്ലാവരും കാത്തിരുന്ന മാരേജ് വന്നെത്തിയിരിക്കുകയാണ്. ദേ പുതുപ്പെണ്ണ് സുന്ദരിക്കുട്ടിയായിട്ട് വരുന്ന കണ്ടില്ലേ? ഈഴവിള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മാരേജ്. ഇവിടെ നമ്മുടെ കൊച്ചു നല്ല ആക്റ്റീവായിട്ട് നിൽക്കുവാണ്. അങ്ങനെ രണ്ടാളും മണ്ഡപത്തിലേക്ക് കയറി. നല്ല ടെൻഷനിലായിരുന്നു രണ്ടാളും. പിന്നെ മാരേജ് ആയിട്ട് ആർക്കാ ടെൻഷൻ കാണാത്തതായിട്ടിരിക്കുന്നതല്ലേ? അങ്ങനെ ഞങ്ങളുടെ സുധിൻ ചേട്ടനും അഞ്ജനയും വിവാഹിതരായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത ചടങ്ങ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? രണ്ടാൾക്ക് നല്ല നാണവും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അടിക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. ഇതാണ് കാവ്യ ചേച്ചി. അങ്ങേയറ്റത്തെ നാണം കുടുങ്ങിയാണ് പുള്ളിക്കാരി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിനി ചെക്കനും പെണ്ണിനും പോകാനുള്ള വണ്ടി ഡെക്കറേറ്റ് ചെയ്യുവാണ് ഇവിടെ ചേട്ടന്മാർ. അങ്ങനെ അവർ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവിടെ കല്യാണ പെണ്ണ് പോലും കഴിഞ്ഞില്ല. പക്ഷെ എൻ്റെ ചേട്ടത്തി വീട്ടിൽ കയറാൻ ഇനി സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ കൊണ്ടുപോയി. ഇവിടെ ചേട്ടത്തിയുടെയും ചേട്ടൻ്റെ വക റീലെടുപ്പും. അങ്ങനെ അവർ ഫോട്ടോ എടുക്കാൻ പോയ ടൈമിൽ ഞങ്ങളിവിടെ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. ഇവിടെ പെണ്ണിത വലതുകാലം വെച്ച് വീട്ടിലേക്ക് കയറുകയാണ്. നന്ദവണ്ണൻ നീ കറങ്ങി നടക്കുന്നത് വേറെ ഒന്നിനുമല്ല, ഗുണ്ട് പൊട്ടിക്കാനാണ്. ഇതാണ് പൊന്നുവിന്റെ അമ്മായിയമ്മ, അല്ല അമ്മ. കണ്ടില്ലേ അവരുടെ സ്നേഹപ്രകടനം? അങ്ങനെ നല്ല വാതിലിന് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ പെണ്ണും ചെക്കനും റെഡിയായി. നല്ല വിശപ്പായോണ്ട് നേരെ ഫുഡ് അടിക്കാൻ പോയി. പൈനാപ്പിൾ മീസ പോവും. മതിയോ നന്ദവണ്ണ? അത് കണ്ടാലും പറയും. ദേ പോകുന്ന നാത്തൂൻ ക്യാമറയുടെ മുന്നിലേ വരത്തില്ല. റിസപ്ഷന് കേക്ക് കട്ട് ചെയ്യാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ ഇവിടെ ആരും അറിയാതെ പോപ്പർ പൊട്ടിക്കാൻ നിൽക്കുവാണ് കണ്ണൻ ചേട്ടൻ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. രാത്രി ചെറുക്കൻ്റെ വീട്ടിൽ കമ്പം പൊട്ടിക്കാൻ പോവാണ്. കമ്പത്തിന്റെ സാധനങ്ങളുമായിട്ട് ആള് വരുന്നുണ്ട്. കമ്പത്തിന്റെ ആശൻ നന്ദു. അവനെ കാണിക്കും. അങ്ങനെ കമ്പ പോയിട്ട് കണ്ണൻ ചേട്ടൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ചെക്കനും പെണ്ണും നേരെ മണിയറയിലേക്ക്. അവരുടെ പുതിയ ജീവിതം ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും കൂടെ വേണം. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ടാറ്റാ.